എന്റെ ദൈവമേ, ഇതുപോലത്തെ മണ്ടന്മാര് വേറെ ഉണ്ടോ? ശരിയാണ്, അനീഷ് ഇറിറ്റേറ്റിംഗ് ആണ്. അനീഷ് ചൊറിയുന്നുണ്ട്, പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്, അനീഷ് നന്നായിട്ട് ട്രിഗർ ചെയ്യുന്നുണ്ട്, എല്ലാം ശരിയാണ്. ഇതൊക്കെ ഇവർക്ക് മനസ്സിലായില്ലേ അനീഷ് കണ്ടന്റിന് വേണ്ടിയാണ് ചെയ്യുന്നതെന്ന്. പിന്നെയും പോയിട്ട് അനീഷിനോട് വീണ്ടും ഇങ്ങോട്ട് നോക്കടോ അങ്ങോട്ട് നോക്കടോ എന്ന് പറഞ്ഞിട്ട് സകലരും വരണവരും പോണവരും ഒക്കെ അയാളുടെ പുറകെ. ഇവർക്ക് മനസ്സിലാക്കിക്കൂടെ? കുറഞ്ഞ പക്ഷം ബിഗ് ബോസിലേക്ക് പോകുമ്പോൾ മുൻപുള്ള സീസണുകളിൽ ഉണ്ടായ കാര്യങ്ങളെ കുറിച്ച് ബേസിക് ആയിട്ടൊന്ന് അന്വേഷിച്ച് മനസ്സിലാക്കിയിട്ടെങ്കിലും പോണ്ടേ? ഇത് എന്തൊരു ദുരന്താണെന്ന് ആലോചിച്ച് നോക്കിയേ. അനീഷിനെ പിടിച്ച് ടോപ്പ് 5 എത്തിക്കുകയല്ല, ഞങ്ങൾ ഇപ്പോഴേ തോറ്റിരിക്കുകയാണ്, നിങ്ങൾ കപ്പ് എടുത്തോളി എന്ന് പറയുന്ന പോലെയാണ് അവിടെ പലരും. അടിപൊളി കണ്ടസ്റ്റൻസ് അതിനകത്ത് നിപ്പുണ്ട്. ഇവരൊക്കെ പക്ഷെ ആ ലൂപ്പി പെട്ട് കിടക്കുകയാണെന്നേ. അനീഷിന്റെ പുറകെ ചുറ്റി തിരിഞ്ഞ് കിടക്കാണ്. ഇയാളിത് എന്ത് കൂടോത്രം കൊണ്ട് അതിനകത്ത് വന്നെന്ന് എനിക്കറിയില്ല. എല്ലാണോ എല്ലാവരും അനീഷിന്റെ ചുറ്റി നടക്കണം. അനീഷ് ആണെങ്കിൽ എന്തെങ്കിലും ഒരു സ്പാർക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ വാ പൂട്ടുകയാണ്. പ്രത്യേക കഴിവാണ് കേട്ടോ, വാ തുറക്കില്ല. ഇവരിനിയിപ്പോൾ അവിടെ ഇട്ട് അനീഷിനെ കുത്തി ഇളക്കിയാലോ അനീഷ് അനങ്ങില്ല, തുറക്കില്ല വാ. അങ്ങനെയാണ് അനീഷ് അവിടെ നിൽക്കുന്നത്. എന്നാൽ ബാക്കിയുള്ള മരപ്പോത്തുകൾക്ക് ഇത് മനസ്സിലാവുന്നുമില്ല. ഇത് അനീഷിന്റെ ഗെയിമാണെന്ന് മനസ്സിലാവുന്നില്ല. ഇനി മനസ്സിലായിട്ടും അറിഞ്ഞും കൊണ്ട് അതിനകത്ത് തന്നെ പോയി കയറി കൊടുക്കുകയാണ്. ആ ചക്രവ്യൂഹത്തിനകത്ത് കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ ദുരന്തങ്ങൾ ലൈവ് കാണുന്ന പ്രേക്ഷകർക്ക് അറിയാം. ഇങ്ങനെ വായിട്ട് ചുമ്മാ സംസാരിച്ചുകൊണ്ട് നടക്കുകയാണ്. അനീഷ് ആണെങ്കിൽ ഒരു അക്ഷരം മിണ്ടുന്നില്ല. പുള്ളിയുടെ എനർജി വളരെ വൈസായിട്ട് യൂസ് ചെയ്യാണ്. ബാക്കിയുള്ളവർ അയാളെ പുറകെ നടന്ന് ചുമ്മാ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അനീഷ് ഇറിറ്റേറ്റിംഗ് ആണ്, പ്രൊവോക്കിംഗ് ആണ്, ട്രിഗർ ചെയ്യുന്നുണ്ട്. നമ്മൾ ആരാണെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടില്ല. പക്ഷെ നമുക്കത് മനസ്സിലായി കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പം എന്താണ്? അയാളെ ഇഗ്നോർ ചെയ്ത് കളയുക, വക വയ്ക്കാതിരിക്കുക. അയാൾ എന്തേലും പറഞ്ഞിട്ട് പോട്ടെ എന്ന് വെച്ച് വിട്ട് കളയുക. കുറെ ദിവസം അവിടെ എവിടെയെങ്കിലും ഒക്കെ കറങ്ങി തിരിഞ്ഞ് നടന്നിട്ട് താനെ അങ്ങ് പൊക്കോളും. അത്രേ ഉള്ളൂ. അത് ചെയ്യുന്നതിന് പകരം അയാളെ പുറകെ നടക്കുക, വെറുതെ തൊണ്ടയിട്ട് അലറുക. കാരണം എല്ലാവർക്കും സ്ക്രീൻ സ്പേസ് വേണം, സ്വന്തമായിട്ട് അത് ഉണ്ടാക്കാനൊട്ട് അറിയത്തുമില്ല. അതൊക്കെയാണ് അവസ്ഥ.